ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ജോബ് റോൾസ് ആണ് കേട്ടോ ലിസ്റ്റ് ചെയ്യുന്നത്. സ്പെഷ്യലി ഫ്രഷേഴ്സിനുള്ളതാണ്, അധികം എക്സ്പീരിയൻസ് വേണ്ടാത്ത ജോബ് റോൾസ് ആണ്. പിന്നെ ഇത് ഒന്നും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടല്ല കേട്ടോ, ഞാൻ എല്ലാ ക്രൈറ്റീരിയയിലുള്ളതും ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. റിമോട്ട് ആയിക്കോട്ടെ, ഇൻ ഓഫീസ് ആയിക്കോട്ടെ, ലൊക്കേഷൻ വൈസ് അല്ല, മുംബൈ, പൂനെ, കേരള എല്ലാതും ഞാൻ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോയിൽ എത്ര പറ്റും എന്നുള്ളത് എനിക്ക് വീഡിയോയുടെ ലെങ്ത്തും കൂടി നോക്കണം. അപ്പോൾ അതനുസരിച്ചിട്ടാവും ഞാൻ ലിസ്റ്റ് ചെയ്യുക. പറ്റുന്ന പോലെ ഒരു 4 to 5 ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് പറ്റിയ ഏതെങ്കിലും വേക്കൻസീസ് ഉണ്ടോ എന്നുള്ളത് ചെക്കൗട്ട് ചെയ്യുക. ഞാൻ പിന്നെ എല്ലാത്തിൻ്റെയും ജോബ് ലിങ്ക്സ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ വീഡിയോ. ഫസ്റ്റ് ജോബ് റോള് കന്നഡ സെർച്ച് റെലവൻസ് ആനോട്ടേറ്റർ പറഞ്ഞിട്ടാണ് കേട്ടോ. പേര് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവം പോലൊക്കെ തോന്നും, പക്ഷെ ഞാൻ പറഞ്ഞുതരാം അത് എന്താ സംഭവം എന്നുള്ളത്. പിന്നെ ഈ ജോബ് ടൈപ്പ് ഫ്രീലാൻസിങ് ആണ്. റിമോട്ടായിട്ട് നമ്മുടെ ഫ്ലെക്സിബിൾ ടൈമിങ്ങിൽ നമുക്ക് വർക്ക് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും വർക്ക് ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യാനുള്ളൊരു സമയം ഉണ്ടാവും കേട്ടോ, പക്ഷേ ആ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം വർക്ക്. പിന്നെ ഒരു റിക്വയർമെൻറ്റ് ഇതിലുള്ളത് കന്നഡ മസ്റ്റ് ആയിരിക്കണം, കന്നഡ ലാംഗ്വേജ് അറിയണം. കാരണം ഇത് നമ്മുടെ ജോബ് റോളിൽ തന്നെ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കന്നഡ സെർച്ച് റെലവൻസ്. അപ്പോൾ കന്നഡ ലാംഗ്വേജ് മസ്റ്റാണ്. ഓക്കെ, പിന്നെ ഇംഗ്ലീഷും വേണം, അറിയണം. പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇ കോമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടല്ലോ, ഇ കോമേഴ്സ് വെബ്സൈറ്റിൽ ഒരു ക്ലയൻറ്റ് പോയിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് വരണം, റൈറ്റ്? ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റിൽ പോയിട്ട് ഒരു ഷൂ തിരയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബ്ലൂ ഷൂ തിരയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂ ഷൂസിൻ്റെ കാറ്റഗറീസ് വരണം, അല്ലേ? അപ്പോൾ അതുപോലെയുള്ള എന്തോ റിലേറ്റഡ് ടാസ്ക് ആണ്. പിന്നെ അതിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ ടാസ്ക് ആദ്യം തരും, പിന്നെ അവർ ഓരോ ഗൈഡ് ലൈൻസ് തരും, എങ്ങനെ വർക്ക് ചെയ്യണം, എന്ത് ഫോളോ ചെയ്യണം എന്നുള്ളത്. ആദ്യം ഒരു ഇനീഷ്യൽ ഒരു ട്രെയിനിങ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് പെർ ഹാർ വെച്ചിട്ടാണ് പേയ്മെൻറ്റ്. അപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ $US അങ്ങനെ എന്തോ ആണ് പേയ്മെൻറ്റ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഞാൻ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം. 315 rupees പെർ ഹാർ വെച്ചിട്ടാണ് പേയ്മെൻറ്റ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം അതിൽ എടുത്ത് എഴുതിയിട്ടുണ്ട്, ലൈക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് വർക്കിൻ്റെ അക്കോർഡിംഗ്ലി അത് ഡിപ്പെൻഡ് ആവും. ഓക്കെ, നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ സബ്മിറ്റ് ചെയ്യണം, പ്രൊജക്റ്റ് എങ്ങനെ സബ്മിറ്റ് ചെയ്യണു, നിങ്ങളുടെ ക്വാളിറ്റി, പ്രൊജക്റ്റിൻ്റെ ക്വാളിറ്റി, അതിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യും നിങ്ങളുടെ പേയ്മെൻറ്റിന്. പിന്നെ വർക്ക് ഹാർസ് ഞാൻ പറഞ്ഞല്ലോ, ഫ്ലെക്സിബിൾ ആണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വർക്ക് ചെയ്തിട്ട്, പക്ഷേ അത് കൊടുക്കേണ്ട ആ സമയത്തിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ വരുന്നത് കമ്പനി. ഇത് ഏത് കമ്പനിയിലാണ് ഈ വേക്കൻസി എന്ന് വെച്ചാൽ ലൈൻ ബ്രിഡ്ജ് പറഞ്ഞൊരു കമ്പനിയിലാണ്. ലൈൻ ബ്രിഡ്ജ് ആക്ച്വലി കുറച്ച് പഴയ കമ്പനിയാണ്, 1996 ഫൗണ്ടാണ് ഈ കമ്പനി. പിന്നെ ഇത് USA ബേസ്ഡ് ആണ് ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ. പിന്നെ ഈ കമ്പനി മെയിൻലി പ്രൊവൈഡ് ചെയ്യണത് ട്രാൻസ്ലേഷൻ, പിന്നെ ടെസ്റ്റിംഗ്, AI ഡേറ്റ സർവീസ്, ഇങ്ങനെയൊക്കെയുള്ള സർവീസസ് ആണ് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ വർക്ക് ലാപ്ടോപ്പിൻ്റെ കാര്യം ഞാൻ സെർച്ച് ചെയ്തായിരുന്നു, ഇതിൽ നമുക്ക് സിസ്റ്റം അവർ തരുമെന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, ഒന്നും മെൻഷൻഡ് അല്ല, സിസ്റ്റത്തിൻ്റെ കാര്യമൊന്നും അതിൽ മെൻഷൻഡ് അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫ്രീലാൻസിങ് ആണല്ലോ, അപ്പോൾ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ്, നമ്മുടെ സിസ്റ്റം തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം, അത് ചെക്കൗട്ട് ചെയ്യും. നിങ്ങൾക്ക് ഫുൾ ഡിസ്ക്രിപ്ഷൻ പിന്നെ അതിൽ റീഡ് ചെയ്യാം, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അപ്ലൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സെക്കൻഡ് ജോബ് വേക്കൻസി ഒരു ഡ്രീം ഹണ്ടേഴ്സ് ഹോളിഡേ പറഞ്ഞൊരു കമ്പനിയുടെയാണ് കേട്ടോ. ജോബ് റോള് വരുന്നത് ട്രാവൽ കൺസൾട്ടൻറ്റ് എന്ന് പറഞ്ഞ ജോബ് റോളാണ്. പിന്നെ ഈ ജോബ് ടൈപ്പ് ഫുൾ ടൈം ആണ്, ഓഫീസ് ബേസ്ഡ് ഫുൾ ടൈം ആണ് കേട്ടോ. പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ ട്രാവൽ കൺസൾട്ടൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ക്ലയൻറ്റ്സായിട്ട് സംസാരിക്കുക, കോർഡിനേറ്റ് ചെയ്യുക, അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കുക, പിന്നെ നമ്മുടെ കമ്പനിയിൽ എന്തൊക്കെ പ്ലാൻസ് ഉണ്ട്, ട്രാവൽ പ്ലാൻസ് ഉണ്ട്, അതൊക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതൊക്കെയാണ് ബേസിക്കലി കോർഡിനേഷൻ, അങ്ങനെയൊക്കെയുള്ള ജോബ് റോൾസ് ആണ് ഇതിൽ വരുന്നത്. ലാംഗ്വേജസ് റിക്വയർഡ്, ഇത് കേരള ബേസ്ഡ് ആയത് കാരണം ഇംഗ്ലീഷ് പ്ലസ് മലയാളമാണ് റിക്വയർമെൻറ്റ് വരുന്നത്. പിന്നെ പേയ്മെൻറ്റ് സൈറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് 12,000 to 30,000 പെർ മന്ത് ആണ് മെൻഷൻ ചെയ്തത്. ഈ റേഞ്ചിൻ്റെ ഇടയിലായിരിക്കും കേട്ടോ. പിന്നെ വർക്ക് ഹാർസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അപ്പോൾ ജനറൽ ഷിഫ്റ്റ് ആയിരിക്കണം മെൻഷൻ ചെയ്യാത്ത കാരണം. പിന്നെ കമ്പനിയുടെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, റോൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ, ഇതൊരു ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനിയാണ്. ഡ്രീം ഹണ്ടേഴ്സ് ഹോളിഡേ എന്ന് പറഞ്ഞാണ്. ഇത് കേരളത്തിൽ കൊച്ചി ബേസ്ഡ് ആണ് കേട്ടോ റോൾ. പിന്നെ വർക്ക് ലാപ്ടോപ്പ് പ്രൊവൈഡഡ് അല്ല, കാരണം ഒന്നും മെൻഷൻഡ് അല്ല. പിന്നെ ജോബ് ടൈപ്പ് നമ്മൾ കണ്ടുല്ലോ, ഓഫീസ് ബേസ്ഡ് ആണ്, അപ്പോൾ ഓഫീസിലത്തെ സിസ്റ്റം നമുക്ക് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്, ബെനിഫിറ്റ്സ് എഴുതിയിട്ടുള്ളത് സെൽ ഫോൺ റീഎംബേഴ്സ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യും എന്നാണ് എഴുതിയത്. തേർഡ് വേക്കൻസി വരുന്നത് ഈ സെയിം കമ്പനിയിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഡ്രീം ഹണ്ടേഴ്സ് ഹോളിഡേ എന്ന് പറഞ്ഞ കമ്പനിയിൽ തന്നെ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് അക്കൗണ്ടൻറ്റ് പറഞ്ഞൊരു റോള് വരുന്നുണ്ട്. ഇതും ഫുൾ ടൈം ആണ്, ഓഫീസ് ബേസ്ഡ് ആണ് ഫുൾ ടൈം. പിന്നെ സെയിം ആണ്, കൊച്ചി ബേസ്ഡ്, ഞാൻ പറഞ്ഞല്ലോ കമ്പനി കൊച്ചി ബേസ്ഡ് ആണ്. ലാംഗ്വേജ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം, എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്തിട്ടില്ല ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ്, പക്ഷേ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ജനറലി വേണ്ടി വരും. പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ വരുന്നത് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് അക്കൗണ്ടൻറ്റ് ആയത് കാരണം
ഓഫീസിലത്തെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഉണ്ടാവും. പിന്നെ അത് കൂടാതെ ബേസിക് അക്കൗണ്ടിങ് വർക്ക്സും വരുന്നുണ്ടാവും. ഓക്കെ, അതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ പേയ്മെൻറ്റ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് 12K to 25K ആണ്. 12,000 to 25,000 പെർ മന്ത് ആണ്. ഈ ഒരു റേഞ്ചിലാണ് സാലറി മെൻഷൻ ചെയ്തിട്ടുള്ളത്. വർക്ക് ഹവേഴ്സ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അപ്പോൾ ജനറൽ ഷിഫ്റ്റ് ആയിരിക്കണം. പിന്നെ കമ്പനിയുടെ കാര്യം സെയിം ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനിയാണ്. വർക്ക് ലാപ്ടോപ്പും പ്രൊവൈഡഡ് ആവില്ല, കാരണം ഇത് ഓഫീസ് ബേസ്ഡ് റോൾ ആയത് കാരണം ഓഫീസിലത്തെ സിസ്റ്റം യൂസ് ചെയ്തിട്ടാവും വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ബെനിഫിറ്റ്സ്, ഈ ഒരു റോളിന് ബെനിഫിറ്റ്സ് ഇൻ്റർനെറ്റ് റീഎംബേഴ്സ്മെൻറ്റും ഉണ്ട്, സെൽഫോൺ റീഎംബേഴ്സ്മെൻറ്റും ഉണ്ട് കേട്ടോ. രണ്ടും നമുക്ക് പേയ്മെൻറ്റ് കമ്പനിയുടെ സൈഡിൽ നിന്ന് തരുന്നുണ്ടാവും. അങ്ങനെയാണ് ഇതിൽ ലിസ്റ്റ് ചെയ്തിരുന്നത്. ഓക്കെ, പിന്നെ ഇതും ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫ്രഷേഴ്സിന് ട്രൈ ചെയ്യാം, ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒക്കെ അക്കൗണ്ടൻറ്റ് റോളൊക്കെ ആകുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അടുത്ത ജോബ് റോള് ഒരു ടെക്നിക്കൽ ജോബ് റോളാണ്. ഇത് ഇന്ന് പറയുമ്പോൾ 6th ഡിസംബറിന് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ആ കമ്പനി തന്നെ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ബേസിക്കലി ജോബ് റോൾ എന്താണെന്ന് വെച്ചാൽ ഓപ്പറേറ്റർ ഓർ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് സർവീസസ് ഡിവിഷൻ. ഇലക്ട്രോണിക്സ് ഡിവിഷനിൽ ഓപ്പറേറ്ററിൻ്റെ റോളാണ്. പിന്നെ ജോബ് ലൊക്കേഷൻ വരുന്നത് തമിഴ്നാടുമാണ്. ഹോസർ തമിഴ്നാടു. സോറി, എൻ്റെ പ്രൊണൗൺസിയേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സോറി കേട്ടോ. ആദ്യം തന്നെ ഹോസർ തമിഴ്നാടു എന്നാണ് ലൊക്കേഷൻ എഴുതിയിരിക്കുന്നത്. സാലറി എഴുതിയിരിക്കുന്നത് 19,134 CTC പെർ മന്ത് ആണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ടേക്ക് അവേ നമുക്ക് എല്ലാം നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു 14,000 സംതിങ് നമുക്ക് ഇൻ ഹാൻഡ് കിട്ടും. ഓക്കെ, പിന്നെ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. ബോണസ് ഉണ്ട്, PF ഉണ്ട്, ESI ഉണ്ട്, ട്രാൻസ്പോർട്ട്, ഹോസ്റ്റൽ, സേഫ്റ്റി ഷൂസ്, യൂണിഫോം, ഇതൊക്കെ പ്രൊവൈഡഡ് ആണ്. പിന്നെ ജോബ് പ്രൊഫൈൽ ഞാൻ പറഞ്ഞ മാതിരി ഇലക്ട്രോണിക്സ് പാർട്ട് അസംബ്ലിംഗ്, ടെസ്റ്റിംഗ്, പാക്കിംഗ്, ഈ മൂന്നെണ്ണമാണ് മെയിൻ കീ ജോബ് റോൾ, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നത് ഓൾ ഗ്രാജുവേറ്റ്സ്, BCom, BBA, BBM, BA, BSc, BCA, ഓൾ ഗ്രാജുവേറ്റ്സ് ആർ എലിജിബിൾ. പിന്നെ ഡിപ്ലോമ, EE, ECE, CS, MEC, ഓട്ടോമൊബൈൽ, ഇൻസ്ട്രുമേഷൻ എല്ലാതും ക്വാളിഫൈഡ് ആണ് ഈ ഒരു ജോബ് റോളിന്. പിന്നെ തമിഴ്നാട് നിന്നുള്ളവർ ഓൺലി 12th പാസ് ആയ ആൾക്കാർക്കും ഈ ജോബ് റോളിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ജോബ് റോളാണ്. പിന്നെ ITI കഴിഞ്ഞവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ എല്ലാ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കും എല്ലാവർക്കും ബേസിക്കലി ഇതിന് ട്രൈ ചെയ്യാവുന്നതാണ്. സ്പെഷ്യലി തമിഴ്നാട് നിന്നുള്ളവർക്ക് 12th പാസ് ആയിട്ടുള്ളവർക്ക് ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ റാൻഡ്സ്റ്റാഡ് എന്ന് പറഞ്ഞ കമ്പനി HR ഏജൻസി പോലെയുള്ള ഒരു കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഈ കമ്പനിക്കുള്ള റോൾ ആവില്ല, അവർ വേറൊരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഹയറിംഗ് ആയിരിക്കും ഇത് ചെയ്യണത്. ഓക്കെ, കാരണം അവർ എഴുതിയിരിക്കുന്നത് റാൻഡ്സ്റ്റാഡ് ഇന്ത്യ ഹയറിംഗ് ഫ്രഷേഴ്സ് ഫോർ എ ലീഡിംഗ് മാനുഫാക്ചറിങ് ക്ലയൻറ്റ് എന്നാണ്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് ക്ലയൻറ്റിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഹയറിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇൻ്റർവ്യൂ ടൈമൊക്കെ വരുന്നത് 11 AM to 1 PM ആണ്. എവറി സാറ്റർഡേ, December 6th ഓൺവേർഡ്സ് എവറി സാറ്റർഡേ ഇതിൻ്റെ ഒരു ക്ലോഷർ വരുന്ന വരെ എവറി സാറ്റർഡേ ഈ ഒരു ടൈമിൽ ഓൺലൈൻ ഇൻ്റർവ്യൂ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മിനിമം ക്വാളിഫിക്കേഷൻ അവർ ആസ്ക് ചെയ്യണത് 12th പാസ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി 12th പാസ് ഇസ് ഓൺലി എലിജിബിൾ ഫോർ പീപ്പിൾ ഫ്രം തമിഴ്നാടു. ഓക്കെ, സാലറി ഞാൻ പറഞ്ഞു, ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലാണ് കൂടുതൽ അതിനെക്കുറിച്ചുള്ള നോളജ് മനസ്സിലാവുള്ളൂ. ഓക്കെ, പിന്നെ ആപ്ലിക്കേഷൻസ് വെൽക്കം ഫ്രം കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാടു. ഇത്രയും ലൊക്കേഷനിലാണ് അവർ ആപ്ലിക്കേഷന് പ്രിഫറൻസ് കൊടുക്കുന്നത്. അത് ക്ലിയർലി അതിൽ മെൻഷൻഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യൂ. ഞാൻ ലിങ്കും എല്ലാതും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യും. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻസിലുള്ളവർ ഡെഫിനറ്റ്ലി ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനും ഈ ജോബ് വേക്കൻസി ഒന്ന് ട്രൈ ചെയ്യും. ഫൈനലി കുറച്ച് ജോബ് റോൾസ് ഞാൻ ലിസ്റ്റ് ചെയ്തു. ഫൈനലി ഒരു ജോബ് റോളും കൂടി ഞാൻ ഇന്നത്തേക്ക് ലിസ്റ്റ് ചെയ്തിട്ട് ഇന്നത്തേക്ക് എൻഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഇൻ്റർനാഷണൽ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതും ലിങ്ക്ഡിനിൽ അവരുടെ കമ്പനിയുടെ സൈറ്റിൽ ഇന്നലെ എന്ന് വെച്ചാൽ 5th December 2025 പോസ്റ്റ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് കേട്ടോ. ഇത് സൺസെറ്റ് ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ലിങ്ക്ഡിനത്തെ കമ്പനിയുടെ പേജിൽ നിന്നാണ് പോസ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ ഇത് വരുന്നത് എഷോർ ബീച്ച് എന്ന് പറഞ്ഞ് ഇത് ഹോട്ടലാണ് എന്ന് തോന്നുന്നുണ്ട്, എനിക്ക് എക്സാക്ട്ലി അറിയില്ല. പിന്നെ ഇതിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നത് 3-4 റോൾസ് ഉണ്ട്. റെസ്റ്റോറൻറ്റ് സൂപ്പർവൈസർ, VIP വെയ്റ്റർ ഓർ വെയ്ട്രസ്, ബാർടെൻഡർ ആൻഡ് കാഷ്യർ. ഇത്രയും റോൾസാണ് അവൈലബിൾ. പിന്നെ ലൊക്കേഷൻ വരുന്നത് ദുബായ് ആണ്, UAE ദുബായ്. ഓക്കെ, എങ്ങനെ ഇതിന് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇമെയിൽ ID അവരുടെ പോസ്റ്റിൽ പ്രൊവൈഡഡ് ആണ്. ഈ ഇമെയിൽ IDയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക, ഒരു കവർ ലെറ്റർ അയച്ചു കൊടുക്കുക. പിന്നെ നല്ലൊരു രീതിക്ക് ഇമെയിൽ എഴുതിയിട്ട് തന്നെ ഇതിന് സെൻഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ വെറുതെ CV അയച്ചുകൊണ്ട് കാര്യമില്ല, നമ്മൾ നല്ല രീതിക്ക് CVയും കവർ ലെറ്ററും ഒക്കെ അയക്കണം, ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അയക്കുമ്പോൾ
പിന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ് റിക്വയർമെൻറ്റും കുറവാണ് കേട്ടോ. ഫ്രഷേഴ്സ്, കംപ്ലീറ്റ്ലി ഫ്രഷേഴ്സ് എന്ന് ഞാൻ പറയില്ല. കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഇയർ സിമിലർ എക്സ്പീരിയൻസ് എന്നാണ്. അറ്റ്ലീസ്റ്റ് 1 ഇയർ എക്സ്പീരിയൻസെങ്കിലും കാൻഡിഡേറ്റിന് ഉണ്ടായിരിക്കണം. പിന്നെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് എഴുതിയത് ഇൻ ഇംഗ്ലീഷ്, സ്പെഷ്യലി ഇൻ ഇംഗ്ലീഷ്. പിന്നെ ആഡഡ് ലാംഗ്വേജസ് ഉണ്ടെങ്കിൽ അത് ഒരു പ്രയോറിറ്റി അവർക്ക് കൊടുക്കും. ഫോർ എക്സാമ്പിൾ റഷ്യൻ, ഫ്രഞ്ച്, സ്പാനിഷ് വിൽ ബി ഹൈലി പ്രിഫേർഡ് എന്നാണ് എഴുതിയത്. അപ്പോൾ റഷ്യൻ, ഫ്രഞ്ചും സ്പാനിഷും പഠിച്ചവർക്ക് ഇതൊരു പ്രയോറിറ്റി കൊടുക്കും. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് ഇവർ ഒരു സ്പെഷ്യൽ പ്രയോറിറ്റി കൊടുക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഞാൻ ലിസ്റ്റ് ചെയ്ത വേക്കൻസീസിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ട്രൈ ഔട്ട് ചെയ്യുക. ട്രൈ ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ നമ്മുടെ CV ഒക്കെ അയച്ചിട്ട് നല്ല പ്രോപ്പർ ഫോർമാറ്റിലൊക്കെ അയച്ചിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു 4 to 5 ജോബ് ലിസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു അല്ലേ. 4 to 5 ജോബ് റൂൾസ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അപ്പോൾ ഈ ജോബ് റൂൾസ് എല്ലാതും നല്ല വേക്കൻസീസ് ആണ്, ഫ്രഷേഴ്സിന് പറ്റിയ ഒരുപാട് നല്ല വേക്കൻസീസ് ആണ്. പിന്നെ ഇതൊക്കെ ഞാൻ എടുക്കുന്നത് വാലിഡ് സൈറ്റ്സ് നിന്നാണ് കേട്ടോ. ഇൻഡീഡ് എന്ന് പറഞ്ഞ ജോബ് സൈറ്റിൽ നിന്നും പിന്നെ ലിങ്ക്ഡിൻ ജോബ് പോർട്ടലിൽ നിന്നുമാണ് ഞാൻ ഈ ഇപ്പം ഞാൻ ലിസ്റ്റ് ചെയ്ത എല്ലാ ജോബ് വേക്കൻസീസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാതും വാലിഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാതും അവർ മെൻഷൻ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്ത് കോർഡിനേറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ അതിനെ പറ്റിയിട്ട് അറിയാൻ പറ്റും. പിന്നെ ഒരു കാര്യം ഞാൻ സ്പെഷ്യലി പറയുകയാണ്, ഒരു ജോബ് റോൾസിനും എവിടെയും ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യരുത്. ഓക്കെ, അതൊരു സ്കാമാണ്. ആരെങ്കിലും അങ്ങനെ പേയ്മെൻറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്നും പോയി പെടരുത്. അത് അപ്പം തന്നെ റിജക്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പോയി പെടരുത്, തലയിടരുത്. ഓക്കെ, പിന്നെന്താ, അപ്പോൾ ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി ജോബ് റോൾസ് എനിക്ക് പറ്റാവുന്ന രീതിക്ക് കാണുന്നതൊക്കെ ലിസ്റ്റ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനി വീഡിയോസായിട്ട് പിന്നെയും വരാം. ഓക്കെ, അപ്പോൾ അതുവരേക്ക് ബൈ ബൈ.